മാവൂർ മണന്തലക്കടവിലെ നേന്ത്രവാഴത്തോട്ടത്തിൽ വാഴകൃഷികൾ വ്യാപകമായി നശിക്കുന്നു. ശത്രുകീടങ്ങളിലൊന്നായ പൈനാപ്പിൾ മീലി മൂട്ടയുടെ ആക്രമണമാണ് വാഴകൃഷിയുടെ നാശത്തിന് കാരണമെന്നാണ് കണ്ടെത്തൽ. കർഷകരായ ആയോത്ത് അബ്ദുൾ ഗഫൂർ, മടത്തിൽ അബ്ദുൾ മജീദ്, പുലപ്പാടി സാലിം എന്നീ കർഷകരുടെ നേന്ത്രവാഴ കൃഷിയിടത്തിലാണ് പൈനാപ്പിൾ നീലിമൂട്ടയുടെ സാന്നിധ്യം വ്യാപകമായി കണ്ടെത്തിയത്. 2 ആഴ്ച മുമ്പാണ് ആദ്യമായി വാഴകളിൽ ഈ കീടങ്ങളെ കണ്ടെത്തിയത്. ദിവസങ്ങൾക്കകം തന്നെ തോട്ടത്തിലെ എല്ലാ വാഴകളിലേക്കും കീടബാധ വ്യാപിച്ചു. വാഴകളുടെ തടിയിലും ഇലകളിലും വെള്ള നിറത്തിലുള്ള പൂപ്പൽ പോലെ പറ്റിപ്പിടിച്ച നിലയിലാണ് കീടങ്ങളുള്ളത്. കീടങ്ങൾ ബാധിച്ച വാഴകൾ കറുത്ത നിറത്തിലുള്ള നീരൊലിച്ച് ഒടിഞ്ഞു വീഴുന്ന അവസ്ഥയാണ്. വലിയ സാമ്പത്തിക നഷ്ടമാണ് കീടബാധയിലൂടെ കർഷകർക്ക് നേരിടേണ്ടി വരുന്നത്. വർഷങ്ങളോടെ ഞങ്ങൾ വാഴക്കണം, ഒരു പ്രാവശ്യം ഇല്ലാത്ത നഷ്ടം ഇപ്രാവശ്യം വരാൻ പോകുന്നത്. എന്തുകൊണ്ട് വെച്ചാൽ ഈ വാഴയിലേക്ക് ഒരു കീടാണു വന്ന മാതിരിയാണ് വരുന്നത്. അതുകൊണ്ട് ഈ കീടാണു വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളിപ്പോൾ 2 ആഴ്ച ഇങ്ങനെ കാണുന്നത്. ഇതിൻ്റെ വായൻ്റെ മുകളിലൂടെ ഒരു ദ്രാവക പോലത്തെ വായൻ്റെ മുകളിലൂടെ വലിച്ചിറങ്ങലും പിന്നെ അതിൽ അണുക്കളും ഉണ്ടായിരുന്നു. ഈ അണുക്കൾ തന്നെ ഒരു വെള്ള പൊടി അതിൻ്റെ ഉള്ളിലാണ് ഈ അണു നിൽക്കുന്നത്. 4-8 കാലി പോലെയുള്ള ഒരു അണുവാണ്. ഈ അണുവിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ വായൻ്റെ നീര് ഊറ്റി കുടിച്ചിട്ട് അതിൻ്റെ ദ്രാവകം വന്നിട്ട് ഈ വായൻ്റെ മുകളിലൂടെ കറുത്ത പാടുകൾ വരികയാണ്. പിന്നാണെങ്കിൽ ഈ കറുത്ത പാട് വരുന്നതല്ല, ഈ വായൻ്റെ തണ്ടുകളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഈ വാഴ പോകുന്നത്. അതുകൊണ്ട് ഈ വാഴയ്ക്ക് എന്തെങ്കിലും ഒരു വാഴയ്ക്ക് മരുന്ന് കാര്യങ്ങളൊക്കെ അടിച്ചത്, എന്നിട്ടും ഈ അസുഖം കൂടി വരില്ലാതെ ഇതിനൊന്നും പരിഹാരം കാണില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾ ലോണും കാര്യങ്ങളൊക്കെ എടുത്താണ്. ഇതുവരെ അപ്രധാന കീടമായി വാഴയിൽ കണ്ടിരുന്ന ഈ കീടം കാലാവസ്ഥ വ്യതിയാനം മൂലവും മറ്റു അനുകൂല സാഹചര്യങ്ങളാലും മുഖ്യ ശത്രു കീടമായി മാറിയതാകുമെന്നാണ് കാർഷിക വകുപ്പിന്റെ വിലയിരുത്തൽ. വരണ്ട കാലാവസ്ഥയും ഉയർന്ന അന്തരീക്ഷ ജലാംശവും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തോട്ടം മുഴുവൻ ഇവയുടെ ആക്രമണം വ്യാപിപ്പിക്കാൻ കാരണമായി. സംസ്ഥാനത്ത് അപൂർവമായി മറ്റിടങ്ങളിൽ ഈ കീടത്തിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവയുടെ ആക്രമണം അതിരൂക്ഷമാവുന്നത് ഇതാദ്യമായാണ്. വാഴനെ ഒരുപാട് കീടരോഗങ്ങൾ ബാധിക്കുന്ന ഒരു വിള തന്നെയാണ്. പക്ഷേ മീലി മുട്ടകൾ ഇത്ര രൂക്ഷമായി കാണാറില്ല. അന്തരീക്ഷത്തിലെ ചൂട് കൂടുകയും എന്നാൽ ജലാംശം ഉയരുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇത് വളരെ രൂക്ഷമായിട്ട് കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മരുന്ന് കർഷകന് പ്രതിവിധി കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവര് അത് കൃത്യമായിട്ട് കൈക്കൊണ്ടിട്ടുമുണ്ട്. ഒരു ഡോസും കൂടി നമ്മൾ ചിലപ്പോൾ ഫീൽഡ് പരിശോധനയ്ക്ക് ശേഷം മരുന്ന് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അത് നമ്മൾ കർഷകനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലില്ല. പക്ഷേ ഈ ഒരു ഇനത്തിൽപ്പെട്ട പൈനാപ്പിൾ നീലിമൂട്ടയുടെ ആക്രമണം ഏതെങ്കിലും വയലുകളിൽ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് അറിയിക്കുക എന്നുള്ള ഒരു കാര്യം കർഷകരെല്ലാവരും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാവൂർ കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപ് നൽകിയ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്ടർ ഗവാസ് രാഗേഷും സംഘവും അഖിലേന്ത്യാ ഏകോപിത ഫലവർഗ ഗവേഷണ പദ്ധതിയുടെ ഭാഗമായി പൈനാപ്പിൾ മീലി മൂട്ടയുടെ കീടബാധയുള്ള വാഴത്തോട്ടങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കീടനിയന്ത്രണ മാർഗങ്ങൾ ചെയ്യുന്നതിന് പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു. മറ്റ് കൃഷിയിടങ്ങളിലെ വാഴകളിൽ പൈനാപ്പിൾ മീലി മൂട്ടകളുടെ ആക്രമണം സാന്നിധ്യവും കാണുന്ന പക്ഷം കൃഷി ഓഫീസറെയോ ഡോക്ടർ ഗവാസിനെയോ അറിയിക്കണമെന്ന് മാവൂർ കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.